ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. സോ നമ്മളൊരു ഗേൾസ് ഔട്ടിങ്ങിന് പോവാണ്. ഞാനും സുനിയും ഷിസിയും. പിന്നെ വേറെ എവിടത്തേക്കൊന്നും കേട്ടോ, ജസ്റ്റ് ഒരു ഐസ്ക്രീം കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനു മുമ്പ് സ്കൂൾ വരെ ഒന്ന് പോകണം. അതെന്തിനാന്ന് ഇപ്പൊ കാണിച്ചു തരാം. പിന്നെ ഇവളെന്തിങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞ എന്തിനാന്നല്ല, വെറുതെ എന്തിലോ പറയലാണ്. പിന്നെ സ്കൂളിൽ വന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങി. പക്ഷെ സർട്ടിഫിക്കറ്റ് കണ്ടപ്പോൾ നമ്മൾ മൂന്നുള്ള സങ്കടം നിങ്ങൾ കാണും. കാരണം 3 വർഷം ഇല്ലാത്ത വെയിലും കൊണ്ട് ഫുള്ളും ടാൻ അടിച്ചിട്ട് നമുക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് ഒരു പേപ്പർ പോലത്തെയാണ്. പക്ഷെ ആ ഒരു പേപ്പർ പോലത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്ന വാല്യൂ ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങി പിന്നെ നേരെ ഐസ്ക്രീം കുടിക്കാൻ പോയി. പിന്നെ അവിടുത്തെ പരിപാടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഷിസ സുഹാനെ നേരെ അവൾ കോട്ടയത്ത് പഠിക്കാൻ പോകുന്നതിൽ നിന്നും തടയുകയാണ് എന്ന് ആരും ഇവിടെ പറയില്ല കേട്ടോ. ആ ടൈമിൽ ഞാൻ ഹൂ നോസ് മീ ബെറ്റർ ചലഞ്ച് ചെറുങ്ങനെ നമ്മുടെ വർക്കാവോ എന്ന് നോക്കിയതാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ പറ? ബനാനൊക്കെ ഇഷ്ടല്ലാത്തില്ലേ? ആണോ സുഹാന? ഇവിടെ എത്തി ഐസ്ക്രീം താഴെയിട്ടു ഗൈസ്. പറ സുഹാന, കറക്റ്റാ പറഞ്ഞേ? അല്ല ഞാൻ ഇഷ്ടമുള്ളതെന്നാണല്ലേ ചേച്ചി സുഹാന? ഞാനാ? എനിക്ക് ഇഷ്ടമില്ല. യേസുമാർക്ക് ബർഗർ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോയാലും ഫസ്റ്റ് ബർഗർ എടുക്കാറ് സാറാ. കണ്ട ശിത ഇന്നക്കാട്ട് എനിക്കറിയാം. ഇഷ്ടമല്ലാത്തത് ബനാന. ബാക്കി എന്താ പറയണ്ടേ എന്നറിയാത്ത ഞാൻ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്നത്. വേറൊന്നും ചെയ്യാനില്ലാത്തോണ്ട് വെറുതെ ഞാൻ അതിന്റെ ഉള്ളിൽ ഈ കാണിച്ചിരുന്നതാണ് കേട്ടോ നിങ്ങൾക്കിത്. പിന്നെ അവിടെ പണ്ടൊക്കെ നല്ല പാട്ട് വെക്കുമായിരുന്നു. പക്ഷെ ഞാനത് ഇപ്പൊ തിരിച്ചെടുക്കുന്നു. കാരണം ഇപ്പൊ അത്ര നല്ല പാട്ടൊന്നും വെക്കലില്ല. അങ്ങനെ നമ്മളെ സർട്ടിഫിക്കറ്റും കെട്ടിപ്പിടിച്ച് നമ്മൾ ബസ് ഒരു വീട്ടിലേക്ക് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞപ്പാട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പൊ നമ്മൾ 3 ആളും എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ഹൂ നോസ് മീ ബെറ്റർ ചലഞ്ച് ചെയ്യാൻ വിചാരിച്ചു. എനിക്ക് ഏറ്റവും ഒരു ട്രോമയായിട്ട് തോന്നി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്തൊരു നെക്സ്റ്റ് വൺ. എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ സ്കൂളിൽ, അതെന്താണ്? അതായത് വിശ്വസിക്കാൻ പറ്റാത്തൊരു മൊമെന്റ് സ്കൂളിൽ. അത് വിശ്വസിക്കാൻ പറ്റാത്ത എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് ഫുള്ള് കേൾക്കണം. വിച്ച് ഇസ് മൈ ഫേവറേറ്റ് ഫസ്റ്റ് നൈറ്റില്ല പറയട്ടെ. അതായത് എനിക്ക് വെജിൽ ഏതാണ് ഏറ്റവും ഫേവറേറ്റ്? ഫസ്റ്റ് അത് വെജ്. വെജിൽ സാലഡ് ആണ്. പൊട്ടാറ്റോ പൊട്ടാറ്റോ മാത്രല്ല ക്യാരറ്റിന്റെയും എനിക്കിഷ്ടം. ഓക്കെ, നെക്സ്റ്റ് അതേ ക്വസ്റ്റ്യൻ തന്നെ നോൺ വെജിൽ ഞാൻ ഹോട്ടലിൽ പോയി ഫസ്റ്റ് ഓർഡർ ആക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ സാരി ഉണ്ടാവും, പിന്നെ ഈ വുമനായിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഉണ്ടാവില്ലേ, ഐ മീൻ നല്ല കൊറിയൻ ബാഗി, പിന്നെ അങ്ങനത്തെ സാധനം, പിന്നെ ടോപ്പ്, പിന്നെ ക്യൂട്ട് ഗേൾസ് ഔട്ട്ഫിറ്റ്സ്, പിന്നെ ട്രഡീഷണൽ. ഇതിനൊക്കെ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആലോചിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ മുടിക്ക് കളർ അടിക്കുന്നുണ്ടെങ്കിൽ ഏത് കളർ?
ബ്രൗൺ മെറൂൺ ആണ് ശരി. ബ്രൗണും റെഡും പേർപ്പിളും മിക്സ് ആയിട്ടാണ്. ആക്ച്വലി രണ്ടും കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഫസ്റ്റ് മെൽറ്റ് ആവുന്നത് ബിഹേവിയർ കണ്ടിട്ടായിരിക്കോ, ലുക്സ് കണ്ടിട്ടായിരിക്കോ, സംസാരം കണ്ടിട്ടായിരിക്കോ? നീ ഫസ്റ്റ് വിടുന്നത് എഫേർട്സ് കണ്ടിട്ടിരിക്കോ? സംസാരം എഫേർട്സ് ഓർ സംസാരം അതിൽ ഓപ്ഷൻസിലില്ല. എഫേർട്സ് ഇല്ല. എഫേർട്സ് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ വെക്കാം. പക്ഷെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ നീ അതിലുള്ള കാര്യം പറയും. അതിലുള്ളിൽ ഒന്നുകൂടി പറഞ്ഞു. മേ ബി ബിഹേവിയർ. സംസാരം കണ്ടത് വിജൻ ചാൻസ്. ബിഹേവിയർ. Yeah, it's correct. Behavior. Next question. ഞാൻ വീട്ടിൽ നിന്ന് എന്തിട്ടില്ലെങ്കിൽ ഒരു സാധനം പുറത്തേക്ക് ലിപ്സ്റ്റിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ആക്ച്വലി ആലോചിക്കാണ് ക്വസ്റ്റ്യൻ ചെയ്യണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് ഐസ്ക്രീം. അമേരിക്കൻ ചക്കനാസ്. ഐസ്ക്രീം ആയിരുന്നില്ലേ ആദ്യ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. എനിക്കിപ്പോ പഠിക്കാനൊരു ചാൻസ് പുറത്തുള്ള കൺട്രി ഞാൻ ഏത് ഓബിയസ്ലി കൊറിയ. നീ അതെ, ഈ ഒരു ആൻസർ പറയാം. മേ ബി തെറ്റാവും കറക്റ്റ് ആവാം. രണ്ടും റോങ് ആണ്. എനിക്കിപ്പോ കിട്ടിയാ ഞാൻ ഫസ്റ്റ് ജപ്പാനെ ചൂസ് ചെയ്യും. ജപ്പാൻ ബോയ്സ്. പിന്നെ യൂസ് ബോത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ഐ ഗെറ്റ് എ ചാൻസ്, ഇപ്പൊ എനിക്ക് ഒരു ചാൻസ് കിട്ടിയ ടൈം ട്രാവൽ ആക്കാൻ പാസ്റ്റിലേക്ക് എവിടത്തേക്കാ പോവാ? ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പോവാ എന്ന് ഞാൻ പറയാ. ശശ ഒരിക്കൽ 8ാം ക്ലാസ്സിലേക്ക് പോകില്ല. ശശ 4ാം ക്ലാസ്സിലേക്ക് പോകും. ഒരു മിസ്റ്റേക്ക് മതി. അല്ല, ഞാൻ 8ാം ക്ലാസ്സിലേക്ക് പോകും. അന്ന് യോഗ സപ്പോർട്ടേക്ക് എനിക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ ഫ്യൂച്ചറിലേക്കാണ് പോകുന്നെങ്കിൽ ഫ്യൂച്ചറിൽ ഇവിടെ എന്റെ കാലത്തിരിക്കും. ഫ്യൂച്ചറിൽ ഇവിടെ ഇവിടെ പോയി ഞാൻ ഫ്യൂച്ചറിൽ എനിക്ക് ചെയ്യണം തോന്നുന്നു ഒരു travel in Korea, Thailand, Japan. ഇനി നമ്മൾ മൂന്നാം ചെയ്യാൻ പോകുന്നത് നമ്മൾ മൂന്നാളുടെ കുറച്ച് പട്ടി ഷോ ആണ്. സത്യം പറഞ്ഞാൽ അതിന്റെ സ്പീഡൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ കാണുന്ന ആൾക്കാർക്ക് അത് ബോറടിച്ചാവും, കാരണം അത്രക്കും ബോറാണത്. സത്യം ലിറിക്സ് അറിയില്ല. ഒരെണ്ണത്തിന് ലിറിക്സ് അറിയില്ല, പിന്നെ വെറുതെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ഒരു പട്ടി ഷോ. And I was crying on the staircase, begging, please don't go. And I said, Romeo, take me somewhere we can be alone. I'll be waiting, all there's nothing to run. You take the princess, I'm the princess.
It's a love story, baby. ഈ കണ്ടോണ്ടിരിക്കുന്നത് ശരിക്കും എന്താണ് ആക്കേണ്ടത് എന്നറിയാതെ പാവം ഞാൻ ആ സുഹാനിനെ പിടിച്ച് മെരുക്കി കൊല്ലുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹാനിന്റെ പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ പണ്ടേ എനിക്ക് ഇനി തിരിച്ചിട്ടേണ്ടതാണ് കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനെ എല്ലാവരും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കണം, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. സോ ഞാനിങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്താന്ന് പറയുന്നത്, എല്ലാരും ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ഉപർദിക്കുന്നത് വളരെ ഇഷ്ടമാണ്. കണ്ടില്ലേ ആ സുഹാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. खूबसूरत मान पड़ी हो ऐसा मेरे दरिया जो बहना चाहे ऐसा मेरे चेहरा के जिसकी खूबसूरत मान पड़ी हो ऐसा मेरे അപ്പോൾ ശരി ഗൈസ്, അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.